ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളോട് പറയാനുള്ളത്, അവരുടെ സോൾ മെസ്സേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ കറന്റ് ഫീലിംഗ്സ് ആൻഡ് വാട്ട് ഡു ദേ want to tell you. അവരെന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നവരുടെ കറണ്ട് ഫീലിങ്സ് എന്താണ്, അവരെന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അവരെന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നൗ. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ മേ ബി അവരെന്തെങ്കിലും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. ഓക്കെ, അക്സെപ്റ്റൻസ് ഈസ് ദ മാസ്റ്റർ കാർഡ് ഹിയർ. ഓക്കെ, ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന ഒരു സ്പ്രെഡ്. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് കാരണം ഒരു സെപ്പറേഷനിലായിരിക്കാം. ഈ വ്യക്തിക്കും നിങ്ങൾക്കും ഇടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നത് കൂടുതൽ പേർക്കും അത് മറ്റ് ചില വ്യക്തികൾ തന്നെയാണ് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ അത്രയ്ക്കും ഇഷ്ടമില്ലാത്ത ചില വ്യക്തികളുണ്ട്. അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇൻ്റർഫിയർ ചെയ്തത് കാരണം ആണ് ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ ഒരു സെപ്പറേഷനിലേക്കോ നോ കോണ്ടാക്റ്റിലേക്കോ മാറിപ്പോയതെന്നാണ് കാണുന്നത്. പക്ഷെ അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അതായത് അങ്ങനൊരു സാഹചര്യം മേ ബി അത് നിങ്ങളുടെ വശത്തുള്ള ഒരു വ്യക്തി ആയിരിക്കാം. മേ ബി നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങളുടെ പാരൻസോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സോ, അതായത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ചില വ്യക്തിയോ ആയിരിക്കാം നിങ്ങളെ ഈ റിലേഷൻഷിപ്പിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. ഓക്കെ, നിങ്ങൾ പോലും അറിയാതെ ഈ ഒരു സമയത്ത് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെ വിശ്വസിപ്പിച്ച് അങ്ങനെ ഒരു രീതിയിൽ സെപ്പറേഷനിലായ വ്യക്തികളുണ്ട്. പക്ഷേ ഈ വ്യക്തി ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് ഓവർ പോസസീവാണ്. ഓക്കെ, ചില വ്യക്തികളെ നിങ്ങളെ അവരിൽ നിന്ന് അകറ്റി കൊണ്ടുപോകുന്നത് അവർക്ക് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നതല്ല. അതായത് നിങ്ങളെപ്പോഴും അവരോടൊപ്പം ഉണ്ടാകണമെന്ന് ഈ വ്യക്തി എപ്പോഴും ആഗ്രഹിച്ചിരുന്നൊരു വ്യക്തിയാണ്. അതായത് അവരുടെ ലൈഫിൽ എപ്പോഴും ഒരു സപ്പോർട്ടീവായിട്ടുള്ളത് നിങ്ങൾ തന്നെയായിരുന്നു എല്ലാ രീതിയിലും. അതായത് മെൻ്റൽ സപ്പോർട്ടായിരുന്നാലും അവർക്ക് ചില കാര്യങ്ങളിൽ ഒപ്പീനിയൻ കൊടുക്കുന്ന രീതിയിലായിരുന്നാലും എല്ലാ രീതിയിലും നിങ്ങൾ അവർക്ക് ഫുൾ സപ്പോർട്ട് ചെയ്യുന്നൊരു പേഴ്സണായിട്ട് അവർ കണ്ടിരുന്നു. അതായത് ലൈഫ് ലോങ് നിങ്ങൾ ഒപ്പം ഉണ്ടാകണം എന്ന് ഈ വ്യക്തി ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ചില ഡൗട്ടുകൾ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളായിട്ടാണ് ഈ വ്യക്തി ഇപ്പോൾ നഷ്ടപ്പെടുത്തുന്നത് എന്നാണ് ഈ വ്യക്തി ഇപ്പോൾ പറയുന്നത്. അങ്ങനൊരു വാർണിംഗ് ഈ വ്യക്തി നിങ്ങൾക്ക് നൽകുകയാണ്. അതായത് യു ആർ ലൂസിങ് മീ ബിക്കോസ് ഓഫ് യുവർ ബിഹേവിയർ എന്ന് പറയുന്നുണ്ട്. അതായത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചില വാശി ഉണ്ടാവാം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുന്നില്ലായിരിക്കാം. മേ ബി ഇത് നിങ്ങളുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് തന്നെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയായിട്ട് ഇത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ചില കാര്യങ്ങൾ നിങ്ങൾ അവരെ ഒട്ടും തന്നെ മനസ്സിലാക്കുന്നില്ല, അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരുപാട് തരത്തിലുള്ള പ്രോബ്ലംസ് ക്രിയേറ്റ് ആയിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും അവരുടെ മനസ്സിൽ അത്രയും തീവ്രമായിട്ട് തന്നെ, അതായത് സ്റ്റാർട്ടിങ് ടൈമിൽ എങ്ങനെയായിരുന്നു ആ ഒരു രീതിയിൽ തന്നെ അവരുടെ ഉള്ളിൽ പ്രണയമുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. കുറച്ച് പേരെങ്കിലും മാരീഡ് ആയിട്ടുള്ള വ്യക്തികളുണ്ട്. മാരേജിന് ശേഷം പരസ്പരം മനസ്സിലാക്കാൻ കഴിയാതെ സെപ്പറേഷനിൽ എത്തി നിൽക്കുന്ന വ്യക്തികളുണ്ട്. പക്ഷേ ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എല്ലാ കാര്യങ്ങളും പരസ്പരം തുറന്നു പറഞ്ഞ് ക്ലാരിഫൈ ചെയ്തിട്ട് മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ
പോകണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഒരു റീയൂണിയൻ തന്നെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ മൊത്തത്തിലുള്ള എനർജിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് നിങ്ങൾക്കിടയിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. അത് കൂടുതലും നിങ്ങളുടെ തന്നെ തെറ്റിദ്ധാരണകളായിരിക്കാം, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ആയിരിക്കാം എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി പറയുന്നത് ആ വ്യക്തി എല്ലാ രീതിയിലും നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. സോ നിങ്ങളും ആ വ്യക്തിയെ ആ ഒരു രീതിയിൽ അവരുടെ തെറ്റുകളൊക്കെ ക്ഷമിച്ചുകൊണ്ട് അവരെയും അക്സെപ്റ്റ് ചെയ്യണമെന്നാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഈ വ്യക്തിയിൽ നിന്നുള്ള സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഐ ലവ് യുവർ വോയിസ്, ഐ ക്യാൻ ടോക്ക് വിത്ത് യു ഡേ ആൻഡ് നൈറ്റ്. ഓക്കെ, ഡേ ആൻഡ് നൈറ്റ് അവർ നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. നിങ്ങളോടിങ്ങനെ ഒത്തിരി നേരം സംസാരിച്ചിരിക്കാൻ ഈ വ്യക്തി ഇഷ്ടപ്പെടുന്നുണ്ട്. അത്രയേറെ ആഴത്തിൽ ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്. ഐ ആം ഇൻ ലവ് വിത്ത് യു, വിൽ യു ബി മൈ വേ. തീർച്ചയായിട്ടും അവർ ഫ്രഷ് സ്റ്റാർട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഒരുമിച്ചിരിക്കാൻ തന്നെയാണ് ഈ വ്യക്തി എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇറ്റ്സ് എ ടൈം ടു ഡിസൈഡ് സംതിങ് ഫോർ ദിസ് റിലേഷൻ. ഓക്കെ, ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു കാര്യം ഈ വ്യക്തി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇനിയും ഈ ഒരു രീതിയിൽ സെപ്പറേഷനിൽ മുന്നോട്ട് പോകാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടാവില്ല. ട്രൈങ് ടു കണക്ട് യു ത്രൂ സോഴ്സസ്. ഓക്കെ, മറ്റു വ്യക്തികളിലൂടെ അല്ലെങ്കിൽ മറ്റ് സോഴ്സിലൂടെയൊക്കെ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഈ വ്യക്തി അറിയാൻ ശ്രമിക്കുന്നുണ്ട്. യു ആർ ജഡ്ജിങ് മീ ആൻഡ് മേക്കിംഗ് യുവർ ഓൺ ഒപ്പീനിയൻസ്. ഓക്കെ, അവരൊരു കംപ്ലൈൻ്റ് ആണ് അവർ പറയുന്നത്. അവരെ എപ്പോഴും നിങ്ങളെ ജഡ്ജ് ചെയ്യുകയാണ്. പല കാര്യങ്ങളും വെച്ചിട്ട് പല ഒപ്പീനിയൻസാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. നിങ്ങളുടെ തന്നെ ഒപ്പീനിയൻസ് വെച്ചിട്ട് നിങ്ങൾ അവരെ ജഡ്ജ് ചെയ്യുകയാണ്. അത് അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. കാരണം അവരെ പൂർണ്ണമായിട്ടും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് ആ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നത്. ഐ എം സോ ബ്ലെസ്ഡ് ടു ഹാവ് യു ഇൻ മൈ ലൈഫ്. എന്തൊക്കെ തന്നെ ആയിരുന്നാലും അവരുടെ ലൈഫിൽ അവരുടെ സ്വപ്നങ്ങളിൽ കണ്ടിരുന്നൊരു വ്യക്തി തന്നെയാണ് നിങ്ങൾ. അത്രയും അവർ ബ്ലെസ്ഡ് ആണ് എന്നാണ് പറയുന്നത് നിങ്ങളെ അവരുടെ ലൈഫിൽ ലഭിച്ചതിൽ. അവർ ലവ് ഹാസ് നോ എക്സ്പയറി ഡേറ്റ്, ഐ വോണ്ട് ടു ഗ്രോ ഓൾഡർ വിത്ത് യു. ഓക്കെ, എന്ത് തന്നെയായിരുന്നാലും നിങ്ങളുമായിട്ട് തന്നെ ലൈഫ് ലോങ് മുന്നോട്ട് പോകണം. നിങ്ങളെ അവർ ഒരു ലൈഫ് പാർട്ട്ണറായിട്ട് തന്നെയാണ് കാണുന്നത്. അതിനൊരു എക്സ്പയറി ഡേറ്റ് ഒന്നും അവർ കാണുന്നില്ല. ഓക്കെ, യു ആർ മൈ ഹേർട്ട്, ഐ വോണ്ട് ടു സേ ഐ ലവ് യു. ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വേർഡ് എന്ന് പറയുന്നത് ഐ ലവ് യു എന്നുള്ളതാണ്. അത്രയും ആഴത്തിൽ അവർ നിങ്ങളെ പ്രണയിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, വെയിറ്റിംഗ് ഫോർ യുവർ റിപ്ലൈ, ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ. ഓക്കെ, നിങ്ങളുടെ ഒരു മറുപടിക്ക് വേണ്ടിയിട്ടാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും അവരെ മനസ്സിലാക്കും എന്നവർ ചിന്തിക്കുന്നുണ്ട്. അത്രത്തോളം നിങ്ങൾക്കിടയിൽ ട്രസ്റ്റ് ഇഷ്യൂസോ ഉണ്ടായിരിക്കാം. യുവർ ക്യൂട്ട് സ്മൈൽ അട്രാക്ട്സ് മീ ടുവേർഡ്സ് യു. ഓക്കെ, നിങ്ങളുടെ ആ ഒരു സ്മൈൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു അട്രാക്ഷൻ ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. നിങ്ങളെ നേരിട്ട് കാണാനായിട്ട് അവരത്രയും ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഫൈനലി കോൺസ്റ്റൻറ്റ്, ലവിങ് യു ഈസ് ലൈക്ക് ബ്രീതിങ്, ഹൗ കെൻ ഐ സ്റ്റോപ്പ്. ഓക്കെ, നിങ്ങളെ പ്രണയിക്കുന്നത് എന്ന് പറയുന്നത് സ്ഥിരമാണ് അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ബ്രീതിങ് പോലെയാണ് അവർക്ക്. അതുകൊണ്ട് ഒരിക്കലും അവർക്കത് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ വ്യക്തി ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണിൽ നിന്നുള്ള സോൾ മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. ഇനി ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം. ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ്. നമ്പർ 10 ലിബ്ര സോഡിയക് സൈനിലുള്ളവരുണ്ട്. നമ്പർ 19 മെയ് മന്ത്. നമ്പർ 8 ട്വിൻ ഫ്ലെയിം. ഓക്കെ, ട്വിൻ ഫ്ലെയിം കണക്ഷനിലുള്ള വ്യക്തികൾ ഉണ്ടാവാം. നമ്പർ 11 ടാറ്റു ആർട്ട് ഇഷ്ടമുള്ളവരുണ്ടാവാം. ബ്ലൂ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട്. ജനുവരി മന്ത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തികളുണ്ട്. മ്യൂസിക്കിന് ഈ റിലേഷൻഷിപ്പിൽ ഒരു കണക്ഷൻ കാണുന്നുണ്ട്. മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ സിംഗർ ആയിരിക്കാം. ആൻഡ് വിത്തിൻ 48 hours, ഒരു 48 hours ഒരു പോസിബിലിറ്റിയാണ് ലഭിച്ചിട്ടുള്ളത്. ഒക്ടോബർ മന്ത്, മെയ് മന്ത്. ഹിയറിംഗ് പ്രോബ്ലംസ് ഉള്ളവരുണ്ട്. നമ്പർ 17 നമ്പർ 10 ടീച്ചർ
മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടീച്ചർ ആയിരിക്കാം. ലെറ്റർ എം, ഗവൺമെൻറ് ജോബുള്ള വ്യക്തികളുണ്ട്, മെഡിക്കൽ ഫീൽഡിലുള്ളവരുണ്ട്. നമ്പർ 18, വൈറ്റ് കളർ ഫേവററ്റ് ആയിട്ടുള്ളവരുണ്ട്, റെഡ് കളർ ഫേവററ്റ് ആയിട്ടുള്ളവരുണ്ട്. പെട്ടെന്ന് ദേഷ്യം വരുന്ന ക്യാരക്ടർ ആയിട്ടുള്ള വ്യക്തികളുണ്ട്, ഷോർട്ട് ടെമ്പേർഡ് ആണ്. അതുപോലെ ഫ്ലവേഴ്സ്, ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം, ഫ്ലവേഴ്സിനോട് കൂടുതൽ അട്രാക്ഷൻ ഉള്ള വ്യക്തികളായിരിക്കാം. പേർപ്പിൾ കളർ ഫേവററ്റ് ആയിട്ടുള്ളവരുണ്ട്. ലെറ്റർ വി, സോഷ്യൽ വർക്കർ, ഈ വ്യക്തിയോ നിങ്ങളോ സോഷ്യൽ വർക്കർ ആയിരിക്കാം. ദിസ് മന്ത്, ഈ ഒരു മാസം ഇമ്പോർട്ടൻ്റ് ആണ്. ലെറ്റർ കെ, ലെറ്റർ ജെ, സ്കോർപിയോ സോഡിയക് സൈനിലുള്ളവരുണ്ട്, പൈസസ് സോഡിയക് സൈനിലുള്ളവരുണ്ട്, ലിയോ, സജിറ്റാറിയസ്, ഓക്കെ, ജെമിനി ഈ ഒരു സോഡിയക് സൈനിലുള്ളവരുണ്ട്. ബ്ലാക്ക് കളർ ഇഷ്ടമുള്ളവരുണ്ട്. നവംബർ മന്ത്, നമ്പർ 28, ആർട്ടിസ്റ്റ്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആർട്ടിസ്റ്റ് ആയിരിക്കാം. ലോങ് ഹെയർ ഉള്ള വ്യക്തികൾ ഉണ്ടാവാം. ലെറ്റർ എൽ, ഏപ്രിൽ മന്ത്, ഓഗസ്റ്റ് മന്ത്, 42, 21, 27. ഈഗോ, നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ കൂടുതലായിട്ട് ഈഗോ ഇഷ്യൂസ് ഉള്ളവരായിരിക്കാം. 23, ടുഡേ ഇറ്റ് സെൽഫ്, ഇന്നത്തെ ദിവസം തന്നെ. കാപ്രിക്കോൺ സോഡിയക് സൈനിലുള്ളവരുണ്ട്, വൈറ്റ് കളർ, ഓക്കെ. ചാരിറ്റി ഇഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ട്, ഓക്കെ. പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന അല്ലെങ്കിൽ ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. 24, നമ്പർ 5, ദിസ് വീക്ക്, ഈ ഒരു വീക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ലെറ്റർ ബി, ലെറ്റർ എസ്, ലെറ്റർ ഐ, ലെറ്റർ എൽ ആൻഡ് ലെറ്റർ ജി. ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ക്ലൂസ്. ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. റീഡിംഗ് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക.